ഹലോ വെൽക്കം ബാക്ക്. സോ ഇന്ന് നമ്മൾ ലിറ്റിൽ തിങ്സ് മാറ്ററിലെ ബാക്കി പഠിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു പേജ് ഫുള്ള് പഠിച്ച് ഓക്കെ മോസ്റ്റ് പോപ്പുലർ ടു ആൾ ഇതുവരെയാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, പേജ് നമ്പർ 24 സെക്കൻഡ് പാരഗ്രാഫ് നോക്കുക. The way the papers reached രാമേശ്വരം was quite unique. എന്ന് വെച്ച് കഴിഞ്ഞാൽ രാമേശ്വരത്തെ ഈ പേപ്പേഴ്സൊക്കെ എത്തിക്കൊണ്ടിരുന്നത് ഒരു മാറ്റവുമില്ലാതെ സാധാരണ എന്നും എത്തുന്ന പോലെ തന്നെയാണ് എത്തിക്കൊണ്ടിരുന്നത്. They came by morning train and were kept at രാമേശ്വരം സ്റ്റേഷൻ. അവർ മോർണിംഗിൽ ആ ഒരു ന്യൂസ് പേപ്പേഴ്സ് മോർണിംഗിൽ വരുന്ന ട്രെയിനിൽ കൊണ്ടുവരികയും രാമേശ്വരം സ്റ്റേഷൻ, രാമേശ്വരത്തെ റെയിൽവേ സ്റ്റേഷനിൽ അത് അവിടെ വെച്ചിരിക്കുകയും ചെയ്യും. ഫ്രം ദെയർ ദേ ഹാഡ് ടു ബി കളക്റ്റഡ് ആൻഡ് സെൻഡ് ഇറ്റ് ടു ഓൾ ദ സബ്സ്ക്രൈബേഴ്സ്. അവിടെ നിന്നിട്ടും ഈ ഷംസുദ്ദീനും ജലാലുദ്ദീനും കൂടെ ഈ പത്രം കളക്ട് ചെയ്ത് എല്ലാ പത്രം വായിക്കുന്നവർക്ക് അല്ലെങ്കിൽ പത്രം വാങ്ങുന്നവർക്ക് കൊടുക്കണം. ഇത് മയക്കൊന്നുമല്ല, ഇത് നമ്മുടെ ഈ ഒരു ട്രൈപോഡ് കൺട്രോൾ ചെയ്യുന്ന റിമോട്ടാണ്. അതിന് ഞാൻ ചുമ്മാ ഇങ്ങനെ പിടിച്ചേക്കുന്നത് മാത്രം. അപ്പോൾ അടുത്തത് ദിസ് വാസ് ഷംസുദ്ദീൻസ് ബിസിനസ് ആൻഡ് ഹി മാനേജ്ഡ് ഇറ്റ് എഫോർട്ട്ലെസ്ലി. ഇതായിരുന്നു ഷംസുദ്ദീൻ്റെ പണി. അദ്ദേഹം ഇത് ഒരു വലിയ പണിയായിട്ടൊന്നും കരുതിയിട്ടില്ല, വളരെ സന്തോഷത്തോടെ ആണ് ചെയ്തിട്ടുള്ളത്. However, as World War II raged, it affected the newspaper delivery business in a strange way. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക തരത്തിൽ ഈ വേൾഡ് വാർ, രണ്ടാം ലോക മഹായുദ്ധം പുറപ്പെട്ടപ്പോൾ ഒരു പ്രത്യേക തരത്തിൽ ഈ ന്യൂസ് പേപ്പർ ഡെലിവർ ചെയ്യുന്നതിനെയും അത് ബാധിച്ചു. The British government had placed a number of sanctions of rations on goods. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് കുറച്ച് ഗൂഡ്സ് അല്ലെങ്കിൽ കുറച്ച് ഗുഡ്സ്, കുറച്ച് സാധനങ്ങൾ അല്ലെങ്കിൽ കുറച്ച് നമ്മുടെ ഈ വീട്ടാവശ്യത്തിനൊക്കെയുള്ള അരി, പഞ്ചസാര, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ നൽകുന്നത് തടയുകയുണ്ടായി. സംതിങ് ലൈക്ക് എ സ്റ്റേറ്റ് ഓഫ് എമർജൻസി നൗ പ്രിവൈൽഡ് ഇൻ ദ കൺട്രി. എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ആ ഒരു സ്റ്റേറ്റ്, ആ ഒരു സംസ്ഥാനം ഒരു വല്ലാത്തൊരവസ്ഥയിലൂടെയായിരുന്നു കടന്നു പോയിക്കൊണ്ടിരുന്നത്. കാരണം നമുക്ക് ആവശ്യമുള്ള ഗുഡ്സ് ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും നമ്മുടെ സ്റ്റേറ്റിൻ്റെ അവസ്ഥ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൻ്റെ അവസ്ഥ എന്തൊക്കെയാണെന്ന്. അവർ ലാർജ് ഫാമിലി ഫെൽറ്റ് ദ ഡിഫിക്കൽട്ടീസ് അക്വേറ്റ്ലി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ APJ അബ്ദുൽ കലാമിൻ്റെ ഫാമിലിയെ പറ്റിയിട്ടാണ് പറയുന്നത്. അവരുടെ ഫാമിലി ഒരു ജോയിൻറ്റ് ഫാമിലി പോലത്തെ അത്യാവശ്യം നല്ല വലിയൊരു ഫാമിലി ആയിരുന്നു. അപ്പോൾ ആ ഒരു ഫാമിലിയിലേക്ക് നല്ലതുപോലെ ഈ ഗുഡ്സ് തടഞ്ഞത് നല്ലതുപോലെ ബാധിക്കുകയുണ്ടായി. എങ്ങനെയൊക്കെയാണെന്ന് ഇനി പറയുന്നത് അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങൾ നോക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ആൻസറിലും ഈ പാഠത്തിൽ നിന്ന് ചോദിക്കുന്ന ഏത് ക്വസ്റ്റ്യൻസൊന്നും അത് നിങ്ങൾക്ക് ഉൾപ്പെടുത്താൻ പറ്റും. ഈ ഒരു പോയിന്റ് ഫുഡ്, ക്ലോത്ത്സ്, ദ നീഡ്സ് ഓഫ് ദ ബേബീസ് ഓഫ് ദ ഹൗസ് ഹോൾഡ് ആൾ ബിക്കെയിം ഡിഫിക്കൽട്ട് ടു പ്രൊക്യൂർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം, അതുപോലെ തന്നെ തുണികൾ, അതുപോലെ തന്നെ ഈ ബേബീസിന് വേണ്ട സാധനങ്ങൾ, കൊച്ചു കുട്ടികൾക്ക് വേണ്ട സാധനങ്ങൾ, കുട്ടികൾക്ക് വേണ്ടത് ഡൈപ്പർ, അതുപോലെ തന്നെ കുട്ടികളുടെ ഡ്രസ്സ്, കുട്ടികളുടെ ഫുഡ്. ഈ കുട്ടികൾക്ക് നമ്മൾ വലിയവർ കഴിക്കുന്ന ബറോട്ടയും അല്ലെങ്കിൽ ബ്രെഡോ ജാമോ ഒക്കെ കൊടുക്കാൻ പറ്റുമോ ഈ കൊച്ചു കുട്ടികൾക്ക്? അപ്പം അവർക്ക് പ്രത്യേകതരം കുറുക്കും സെർലാക്കും അതൊക്കെ കലക്കാൻ വേണ്ടിയിട്ട് റാഗിയും അതൊക്കെ വേണ്ടേ. അപ്പോൾ ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ ബുദ്ധിമുട്ടായി എന്നാണ് പറയുന്നത്. പ്രൊക്യൂർ മീൻസ് നേടുക. And then, as the difficulties of the war continued to affect us, Shamsuddin came up with a proposal that excited and delighted me.
എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഷ്ടപ്പാടുകളെല്ലാം നമ്മുടെ ഫാമിലിയെ ഒരുപാടായിട്ട് അങ്ങ് എഫക്റ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ, അല്ലെങ്കിൽ ഒരുപാടായിട്ട് നേരിടാൻ വേണ്ടിയിട്ട് തുടങ്ങിയപ്പോൾ ഈ ഷംസുദ്ദീൻ നമ്മൾ പറഞ്ഞു നമ്മുടെ APJ അബ്ദുൽ കലാമിൻ്റെ ഒരു കസിനാണ്. അപ്പം ഈ ഷംസുദ്ദീൻ എന്ത് ചെയ്തു, ഈ APJ അബ്ദുൽ കലാമിനോട് ഒരു പ്രപ്പോസൽ മീൻസ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രപ്പോസൽ അല്ല ഈ പ്രപ്പോസൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ എന്തെങ്കിലുമൊക്കെ ഒന്ന് സജസ്റ്റ് ചെയ്യുക, അതാണ്. ഒരു ഐഡിയയുമായിട്ട് മുന്നോട്ട് വന്നു. ദാറ്റ് എക്സൈറ്റഡ് ആൻഡ് ഡിലൈറ്റഡ് മീ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്നെ ആഹ്ലാദിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്തു. എന്നാ പറയുന്നത്, എക്സൈറ്റഡ് മീൻസ് ആഹ്ലാദം എന്നുള്ളൊരു ഇതല്ലേ. One fallout of the conditions was that the rail stop at Rameshwaram station had been done away with. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആകപ്പാടെ അതിൻ്റെ അകത്തുള്ള ഒരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാമേശ്വരത്തുള്ള ട്രെയിൻ നിർത്തൂലേ രാമേശ്വരത്ത്. ഞാൻ പറഞ്ഞല്ലോ മോർണിംഗ് ട്രെയിനിലായിരുന്നു ന്യൂസ് പേപ്പേഴ്സ് കൊണ്ടുവന്നിരുന്നത്. അവിടെ ആ ട്രെയിൻ നിർത്തിയിട്ട് രാമേശ്വരം സ്റ്റേഷനിൽ അത് കളക്ട് ചെയ്യുന്നു, അങ്ങനെയൊക്കെ. അപ്പം അത് ആ ട്രെയിൻ നിർത്തുന്ന പരിപാടി അവിടെ അങ്ങ് നിന്നു. ആ ട്രെയിൻ അതുവഴി പാസ് ചെയ്ത് പോവത്തേ ഉള്ളൂ, നിർത്തത്തില്ല. അടുത്തത് ഡൺ എവേ വിത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിർത്തലാക്കുക എന്നാണ്, ഡൺ എവേ വിത്ത്. ഓക്കെ, അടുത്തത് വാട്ട് വുഡ് ഹാപ്പൻ ടു അവർ പേപ്പേഴ്സ് ദെൻ. അപ്പം പിന്നെ ആ പേപ്പറുകൾക്ക് എങ്ങനെ കളക്ട് ചെയ്യും, ആ പേപ്പർ എങ്ങനെ നമ്മൾ ബാക്കിയുള്ളവർ വായിക്കുന്നവരുടെ എത്തിക്കും. ഹൗ വെയർ ദേ ടു ബി കളക്റ്റഡ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു ഓൾ ദ പീപ്പിൾ ഓഫ് ദ ടൗൺ. ഇപ്പം ഞാൻ പറഞ്ഞതാണ്. ഷംസുദ്ദീൻ ഫൗണ്ട് എ വേ ഔട്ട്. ഷംസുദ്ദീൻ അങ്ങനെ ഒരു മാർഗം കണ്ടുപിടിച്ചു. ദ പേപ്പേഴ്സ് വുഡ് ബി കെപ്റ്റ് റെഡി ഇൻ ലാർജ് ബണ്ടിൽസ്. എന്താ, ഈ ഒരു പേപ്പറുകൾ ഒരു ലാർജ് ബണ്ടിലായിട്ടായിരിക്കുമല്ലോ വരുന്നത്. അപ്പോൾ ആസ് ദ ട്രെയിൻ chugged down the Rameshwaram Dhanushkodi track, they would be flung out onto the platform. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാമേശ്വരം ധനുഷ്കോടി എന്ന് പറയുന്ന ആ ഒരു ട്രെയിൻ ട്രാക്കിൻ്റെ പേരാ. അപ്പോൾ അവിടെ ഈ ട്രെയിനിൻ്റെ ശബ്ദം കേൾക്കുമ്പോഴത്തേക്കിനും എന്താ ആ ഒരു സ്ഥലത്ത് എത്തുമ്പോൾ ന്യൂസ് പേപ്പേഴ്സ് ഇങ്ങനെ എറിഞ്ഞു തരുമെന്നാ പറയാ, എറിഞ്ഞു തരുമെന്നാ പറയാ. ഓക്കെ, ആൻഡ് ദാറ്റ് ഈസ് വെയർ ഐ കെയിം ഇൻ. അവിടെയാണ് APJ അബ്ദുൽ കലാം വരേണ്ടത്, അവിടെയാണ് APJ അബ്ദുൽ കലാമിൻ്റെ ആ ഒരു പ്രസൻസ് വേണ്ടത്. Shamsuddin offered me that the enjoyable job of collecting these bundles of paper thrown from the moving train and then taking them around town for distribution. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മൂവിങ് ട്രെയിനിൽ നിന്നിട്ടും എറിഞ്ഞു തരുന്ന ന്യൂസ് പേപ്പേഴ്സ് APJ അബ്ദുൽ കലാം ക്യാച്ച് ചെയ്ത് അത് ബാക്കി എല്ലാ ടൗണിലുള്ള ആളുകൾക്കും കൊണ്ട് കൊടുക്കുക. അതാണ് APJ അബ്ദുൽ കലാമിന് ആര് പറഞ്ഞു കൊടുത്ത ഐഡിയ, അല്ലെങ്കിൽ സജസ്റ്റ് ചെയ്ത ഐഡിയ? ഷംസുദ്ദീൻ സജസ്റ്റ് ചെയ്ത അല്ലെങ്കിൽ ഓഫർ ചെയ്ത ഐഡിയ എന്ന് പറയുന്നത്. മൈ എന്തൂസിയാസം നോ ബൗണ്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ താല്പര്യം, എനിക്ക് നല്ല താല്പര്യം ഉണ്ടായിരുന്നു. ഐ വാസ് ഓൺലി 8 ബട്ട് ഐ വാസ് ഗോയിങ് ടു കോൺട്രിബ്യൂട്ട് ഇൻ എ മീനിങ് വേ ടു ഹൗസ് ഹോൾഡ് ഇൻകം. ഇപ്പോൾ എനിക്ക് 13.25 വയസ്സൊക്കെ ആയി. അപ്പോൾ ഞാനിപ്പം എന്താ ചെയ്യുന്നത്, ഞാനിപ്പോൾ വീട്ടിൽ ഇരുന്ന് പഠിക്കുകയാണ് ചെയ്യുന്നത്, എൻ്റെ വീട്ടുകാരുടെ ചിലവിൽ ജീവിക്കുകയാണ് ചെയ്യുന്നത്. ഇൻ കേസ് നിങ്ങളും അങ്ങനെ ആയിരിക്കാം. എൻ്റെ ഒരു ഈ സ്കൂൾ കാലഘട്ടത്തിലുള്ള എല്ലാവരും മിക്കവാറും അങ്ങനെ ആയിരിക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് 8 വയസ്സുള്ളപ്പോൾ നമ്മൾ ചിലപ്പോൾ 2-ലോ 3-ലോ ഒക്കെ പഠിക്കുന്ന പ്രായമാണ്. അപ്പോൾ ഈ APJ അബ്ദുൽ കലാം 8 years old ഉള്ളപ്പോൾ ചെയ്ത ജോലിയാണിത്.
പത്രം കളക്ട് ചെയ്ത് ടൗണിൽ മൊത്തം കൊണ്ടു കൊടുക്കുന്നത്. ഇനി APJ അബ്ദുൽ കലാമിൻ്റെ ഒരു ഡെയിലി റുട്ടീൻ വരുന്നുണ്ട്. അതൊക്കെ കേട്ടുകഴിഞ്ഞാൽ നമ്മളൊക്കെ അത് ചെയ്തു കഴിഞ്ഞാൽ തലകറങ്ങി വീഴും എന്ന് തോന്നിപ്പോകുന്ന ഒരു റുട്ടീനാണത്. അപ്പം നോക്കാം. അപ്പം ഇവിടെ എന്താ അദ്ദേഹം ഒരു ഹൗസ് ഹോൾഡ് ഇൻകം, അദ്ദേഹത്തിൻ്റെ വീട്ടു ചിലവിന് വേണ്ട പൈസ കളക്ട് ചെയ്യുക അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കുകയാണ് അദ്ദേഹം. ഇപ്പോൾ അദ്ദേഹം 8 വയസ്സാണെന്നുള്ളൊരു ഇതുണ്ട് അദ്ദേഹത്തിന്. എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് 8 വയസ്സല്ലേ, എനിക്കിത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരിതുണ്ട്. എന്നാലും അദ്ദേഹത്തിന് തോന്നുന്നുണ്ട് ഞാൻ എൻ്റെ ഹൗസ് ഹോൾഡ് ഇൻകം, എൻ്റെ വീട്ടിലേക്കുള്ള വരുമാനം കണ്ടെത്തുന്ന മാർഗമാണ്, ഒരു മീനിങ് ഫുൾ അർത്ഥവത്വമായ മാർഗമാണിതെന്ന് പറയുന്നുണ്ട്. ഫോർ മെനി ഡേയ്സ് ഐ ഹാഡ് നോട്ടീസ്ഡ് ദാറ്റ് amount of food on my mother and grandmother's plate becoming lesser and lesser as they divided the portions between all of us. നമ്മുടെ വീട്ടിലിപ്പം എൻ്റെ വീട്ടിലിപ്പോൾ 5 പേരുണ്ട്. മാക്സിമം ഒരു വീട്ടിൽ 5 പേരോ 6 പേരോ ഒക്കെ ആയിരിക്കും കാണുന്നത്. അപ്പോഴേ ഈ ഫുഡിൻ്റെയൊക്കെ കുറവ് വരുമ്പോഴോ അല്ലെങ്കിൽ വീട്ടിലൊക്കെ ഗസ്റ്റ് പറയാതെ ഇങ്ങനെ ഗസ്റ്റ് വരുമ്പോഴോ ഒക്കെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, നമ്മുടെ പാരൻസിൻ്റെ പ്ലേറ്റിൽ ഫുഡിൻ്റെ അളവ് ഇങ്ങനെ കുറയുകയും ചെയ്യും, നമ്മുടെയൊക്കെ പ്ലേറ്റിൽ അത്യാവശ്യം നല്ല ഫുഡ് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. നമുക്കെല്ലാവർക്കും നമ്മുടെ മക്കൾക്കെല്ലാവർക്കും കൂടെ APJ അബ്ദുൽ കലാം APJ അബ്ദുൽ കലാമും അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങൾക്കും എല്ലാവർക്കും കൂടെ ഈ ഫുഡ് ഇങ്ങനെ വീതിച്ച് അമ്മയുടെയും അമ്മൂമ്മയുടെയും പ്ലേറ്റിൻ്റെ അകത്തുള്ള ഫുഡ് കുറഞ്ഞു വന്നു എന്നാണ് പറയുക. The children were always fed first and I don't remember any of us ever going hungry. എന്താ ഈ ചിൽഡ്രൻസ് നമ്മൾ കുട്ടികളായിരുന്നു ആദ്യമായിട്ട് ആദ്യമേ ഫുഡ് കഴിക്കുന്നത്. എനിക്ക് ഒരു ഓർമ്മയും ഇല്ല നമ്മളാരും വിശന്നിരുന്നിട്ടുണ്ടെന്നുള്ളത്, നമ്മളാരും പട്ടിണി കിടന്നിട്ടുണ്ടെന്നുള്ളത് എനിക്ക് ഒരു ഓർമ്മയും ഞാൻ ഓർക്കുന്നില്ല. ലൈക്ക് അപ്പം ഇവിടെ പറയുന്നത് നമ്മളെ പട്ടിണി കിടത്താതെ അവർ പട്ടിണി കിടന്നുകൊണ്ട് നമുക്ക് ത്യാഗിച്ചു, അങ്ങനെയൊക്കെ ആയിരിക്കാം. ഓക്കെ, നോക്കാം. Obviously the women were compromising on their nutrition for us. നമുക്ക് വേണ്ടി സ്ത്രീകൾ, വുമൺ എന്നാണ് ഇവിടെ പറയുന്നത്, അമ്മയും അമ്മുമ്മയും. അപ്പോൾ ഒരു സ്ത്രീകൾ അല്ലല്ലേ എന്നല്ല, സ്ത്രീകൾ അല്ലേ. അപ്പോൾ അവർക്കുള്ള ആരോഗ്യത്തിന് അവർക്കുള്ള ഫുഡും കൂടെ നമുക്ക് തന്ന് അവരുടെ ആരോഗ്യം നശിപ്പിക്കുകയാണ് നമുക്ക് വേണ്ടി. ആർക്ക് വേണ്ടി? APJ അബ്ദുൽ കലാമിനും അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങൾക്കും വേണ്ടി. ഐ റെഡിലി അക്സെപ്റ്റഡ് ഷംസുദ്ദീൻ ഓഫർ. അങ്ങനെ ഇതെല്ലാം ആലോചിച്ച് നോക്കിയപ്പോൾ APJ അബ്ദുൽ കലാമിന് തോന്നി ഇതെന്തായിരുന്നാലും ഇപ്പോൾ അക്സെപ്റ്റ് ചെയ്യാം എന്ന് തോന്നി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇനിയുള്ള പാരഗ്രാഫാണേടാ നമുക്ക് നമ്മുടെ APJ അബ്ദുൽ കലാമിൻ്റെ റുട്ടീൻ പഠിക്കാനുള്ള പാരഗ്രാഫ്. ദിസ് ബിഗ് പാരഗ്രാഫ് ഈസ് ഫുൾ ഓഫ് ഈ പാരഗ്രാഫ് ഫുൾ APJ അബ്ദുൽ കലാമിൻ്റെ റുട്ടീനാണ്. വിശ്വസിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല, ഞാനും വായിച്ചപ്പോൾ ഞെട്ടിപ്പോയായിരുന്നു ഞാൻ പഠിക്കുന്ന സമയത്ത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഇഷ്ടമാണ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയുള്ളൂ.